ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴിയേകി നാട്. കൂട്ടുകാരൊന്നിച്ച് സിനിമ കാണാനായി ആലപ്പുഴ ടൗണിലേക്ക് പോയ യാത്രയാണ് മരണയാത്രയായി മാറിയത്. ശക്തമായ മഴയും കാറിൽ പരിധിയിൽ കവിഞ്ഞ യാത്രക്കാരെ കയറ്റിയതും വാഹനത്തിന്റെ കാലപ്പഴക്കവും ദുരന്തത്തിന് കാരണമായെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. 7 പേർക്ക് കയറാവുന്ന വാഹനത്തിൽ 11 പേരാണ് യാത്ര ചെയ്തത്. മലപ്പുറം സ്വദേശി ദേവനന്ദൻ, പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ, കോട്ടയം സ്വദേശി ആയുഷ് ഷാജി, ലക്ഷദ്വീപ് സ്വദേശി PA മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചവർ. ശ്രീദേവ് വത്സന്റെയും മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന്റെയും സംസ്കാരം ജന്മനാട്ടിൽ നടന്നപ്പോൾ ലക്ഷദ്വീപ് സ്വദേശി അബ്ദുൽ ഇബ്രാഹിമിന്റെ സംസ്കാരം കൊച്ചിയിലാണ് നടന്നത്. കൊച്ചിയിൽ നിന്നും തിയോഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹവുമായി ആലപ്പുഴയിൽ നിന്നും 2:30 മണിയോടുകൂടിയാണ് ആംബുലൻസ് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിന് മുന്നിലെത്തിയത്. മൃതദേഹം പിന്നീട് ജുമാ മസ്ജിദിനുള്ളിൽ വെച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഈ ജുമാ മസ്ജിദിൻ്റെ അങ്കണത്തിൽ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ലക്ഷദ്വീപ് നിവാസികളായ നിരവധി പേർ കൊച്ചിയിലുള്ളവരെത്തിയിരുന്നു. അതോടൊപ്പം സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരുണ്ടായിരുന്നു. അവസാനമായി ഇബ്രാഹിമിനെ ഒരു നോക്ക് കാണാനെത്തിയ ബന്ധുക്കൾ, നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഇബ്രാഹിമിൻ്റെ സഹപാഠികളുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നും ചില സീനിയർ വിദ്യാർത്ഥികൾ അവരുമുണ്ടായിരുന്നു. ലക്ഷദ്വീപ് സ്വദേശികളായ നിരവധി വിദ്യാർത്ഥികൾ മറ്റ് പലയിടങ്ങളിലായി പഠിക്കുന്നവരുമൊക്കെ ഈ സംഭവം അറിഞ്ഞ് അവസാനമായി ഒരു നോക്ക് കാണാനായി, ഇബ്രാഹിമിനെ ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. ഒടുവിൽ എല്ലാവരും അന്തിമോപചാരങ്ങൾ അർപ്പിച്ച ശേഷം പിന്നീട് ജുമാ മസ്ജിദിൻ്റെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ മുഹമ്മദ് ഇബ്രാഹിമിന് അന്ത്യോദയം ഒരുക്കി. ഇബ്രാഹിമിൻ്റെ മാതാപിതാക്കൾ ഇന്നലെ ഈ സംഭവം അപകടവിവരം അറിഞ്ഞ ശേഷം ഇന്ന് രാവിലെയാണ് വിമാനമാർഗം കൊച്ചിയിലെത്തിയത്. ഏക മകൻ്റെ ചേതനേറ്റ മൃതദേഹം കണ്ട് ഏറെ വിങ്ങലോടുകൂടിയാണ് അവർ മകനെ യാത്രയാക്കിയത്. വളരെ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിമിനെ കുറിച്ച് വീട്ടുകാർക്കുണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി, മലപ്പുറത്ത് +2 പഠനം, അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ഒരു കോഴ്സായിരുന്നു. എൻട്രൻസ് പരിശീലനം കൂടി അതോടൊപ്പം നേടി. ആദ്യ ചാൻസിൽ തന്നെ എൻട്രൻസ് പാസ്സായി ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയായിരിക്കുകയായിരുന്നു. ഒരു 1.5 മാസത്തോളം സമയം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. അതിനിടയിലായിരുന്നു ഈ ഒരു ദുരന്തം അപകടത്തിൻ്റെ രൂപത്തിലെത്തി ഇബ്രാഹിമിനെ തട്ടിയെടുത്തത്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. അപ്രതീക്ഷിതമായി കടന്നു വന്ന ദുരന്തം അവരുടെ കുടുംബങ്ങളെയും അവരുടെ നാടിനെയും ഒക്കെ ആകെ കണ്ണീരിലഴ്ത്തിയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നത്.